നിയമത്തിന്റെ മുൻപിൽ രമേശ് എന്നൊരു കൊലപാതകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ രമേശിനെ ഞങ്ങൾ കസ്റ്റഡിയിലെടുക്കും. അമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ എന്റെ വിഷമം കൂടി അമ്മ മനസ്സിലാക്കണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോനെ. ഈശ്വര, എന്റെ ഒരു വിധി. ഇനി എന്തെല്ലാം അനുഭവിച്ചാലാ ജീവിതം ഒടുങ്ങുക? അങ്ങനെ ആരുടെയും ജീവിതം ഒടുങ്ങാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എനിക്കൊരു ഉത്തരവാദിത്തമില്ലെന്നാണോ അമ്മ വിചാരിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രമേഷിനെ കുറിച്ച് എന്തെങ്കിലും വിവരം അറിഞ്ഞാൽ ഉടനെ എന്നെ അറിയിക്കണം. ഗോപിട്ട, എന്താ ശോഭ? ഒന്നുമില്ല. ശോഭെ, ഈ കുടുംബത്തിന്റെ സുഖത്തിലും ദുഃഖത്തിലും ഞാനും കൂടി ഉണ്ടായിരിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ തുറന്നു പറയുന്നു, അമ്മയും ശോഭയും രമേഷിന് എന്തെങ്കിലും സഹായം ചെയ്തായിട്ട് എനിക്ക് അറിവ് കിട്ടിയാൽ നിങ്ങളെയും എനിക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും. അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ച് തീർത്തല്ലേ പറ്റുമോനെ? ഹലോ, ഞാനിവിടെ ഹോട്ടൽ റീഗലിൽ 5-ാം നമ്പർ മുറിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ചുറ്റും പോലീസ് ഉള്ളതുകൊണ്ട് വീട്ടിൽ വരാൻ പറ്റില്ല. പോലീസ് വന്നത് എന്നെ പറ്റി അന്വേഷിച്ചാൽ ഒന്നും അറിയില്ലെന്ന് പറഞ്ഞത്. നീയും അമ്മയും രാവിലെ ഒന്നിങ്ങോട്ട് വരണം. അമ്മേ, ചേട്ടനായിരുന്നു. എന്റെ ദൈവമേ. മോനെ, ഞാനീ കേട്ടതൊക്കെ നേരാണോ? ശേഖരനെ കൊന്നത് നീയാണോ? അതെ. ശാന്തയെ നശിപ്പിച്ചവരിൽ ഇനി ഒരുത്തൻ കൂടി കൊണ്ട് ബാക്കി. അവനെയും ഞാൻ കൊല്ലും. വേണ്ട മോനെ, ഇനി ഈ പെൺകൊച്ചിനും എനിക്കും നീ മാത്രമേ ഉള്ളൂ. എന്നെ തടയരുതമ്മേ. ഒരു കുറ്റവും ചെയ്യാത്ത നമ്മുടെ കുടുംബത്തെയാണ് ആ ദ്രോഹികൾ താറുമാറാക്കിയത്. അതിന് ഞാൻ പകരം വീട്ടിൽ തന്നെ ചെയ്യും. ചേട്ടാ, മോനെ. അമ്മ ഭയപ്പെടാതിരിക്കൂ. എവിടെയായിരുന്നാലും എന്റെ മനസ്സ് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഞാൻ പോയിട്ട് വരട്ടെ. ഹലോ, ദാദാ ഹിയർ. ശോഭയാണ്. ഒരു കാര്യം അറിയിക്കാനാ വിളിച്ചത്. ചേട്ടൻ അന്വേഷിച്ച് പോലീസ് ഇവിടെ വന്നിരുന്നു. ഒരുപക്ഷെ അവിടെ വന്നെന്ന് വരും. ശേഖർ മരിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ്. ശരി ശോഭ. Yes, come in. Hello, Gopi. Please sit down. എന്താ വിശേഷിച്ച് ഈ വഴിക്ക്? ഈ വഴി പോകുമ്പോഴൊന്നും കയറാന്ന് കരുതി. സാറിന് കോടതി പോയില്ലേ? ഇല്ല. രാധയില്ല ഇവിടെ? ഉണ്ടല്ലോ. ബൈ ദ ബൈ, ശേഖരന്റെ കൊലയെ കുറിച്ച് വല്ല തെളിവും കിട്ടിയോ? ഉണ്ടെന്ന് പറഞ്ഞുകൂടെ? അന്വേഷണം പുരോഗമിക്കുന്നു. പക്ഷേ ഉടനെ ഞങ്ങൾ തെളിവുകൾ കണ്ടെത്തണം. നിങ്ങളെപ്പോലുള്ള യങ് എഫിഷ്യന്റ് ഓഫീസേഴ്സിനെ കൊണ്ട് സാധിക്കാൻ കഴിയാത്തതായി എന്തുണ്ട്? വക്കീൽ സാറിനെ പോലുള്ളവരുടെ സഹായമുണ്ടെങ്കിൽ എനിക്കതിന് കഴിയുമെന്ന് ഉറപ്പുണ്ട്. എന്റെ സഹായം എപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെ
രമേഷ് കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിരുന്നു. രമേശ് വന്നിരുന്നു. എന്നായിരുന്നു അത്? കഴിഞ്ഞ വ്യാഴാഴ്ച. ആ, കറക്റ്റ്, വ്യാഴാഴ്ച. അന്നാണ് ഞങ്ങൾ ഒരുമിച്ച് സെക്കൻഡ് ഷോ സിനിമ കാണാൻ പോയത്. രമേശിനെ പറ്റി അന്വേഷിക്കാൻ കാരണം? ഒരു സംശയം തീർത്താണ്. സംശയം തീർക്കാൻ കയറി വരേണ്ട വീടാണോ ഇത്? എവിടെയും കുറ്റകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകാമല്ലോ. ഗോപി, ഇതെന്റെ വീടാണ്. അറിയാം, അതുകൊണ്ടാണ് പറഞ്ഞത്. കുറ്റം ചെയ്യുന്നതിനേക്കാളും വലിയ തെറ്റാണ് ഒരു കുറ്റവാളി മറച്ചു വെക്കുന്നതെന്ന് ഒരു അഡ്വക്കേറ്റായി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. പോലീസും നിയമവും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. അത് നിങ്ങളെയും നിങ്ങളുടെ മകളെയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മിസ്റ്റർ അഡ്വക്കേറ്റ്, വി വിൽ മീറ്റ് അഗൈൻ. ഗുഡ് ബൈ. ഹലോ, ഡിസൂസ ഹിയർ. ഞാൻ രമേശാണോടാ സംസാരിക്കുന്നത്. എന്റെ പെങ്ങളെ നശിപ്പിച്ചവരിൽ ഇനി നീ മാത്രമാണ് ശേഷിക്കുന്നത്. നീ എവിടെയായിരുന്നാലും ശരി, ഇന്ന് രാത്രി 12 മണിക്കകം നിന്നെ ഞാൻ കൊല്ലും. ശബ്ദിക്കും. ഞാൻ പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയാണ്. ഭയപ്പെടും. എനിക്ക് കുറച്ച് സമയം ഇവിടെ തങ്ങാൻ ഇടങ്ങൾ. അതിന് അനുവാദം ചോദിക്കണോ? അങ്ങേയറ്റം വന്നാൽ ഞങ്ങളെ കൂടി പോലീസ് കൊണ്ടുപോകും. അത്രയേ ഉള്ളൂ. കുഞ്ഞുവാ, കല്യാണി കാപ്പി. രാധകുഞ്ഞു, അകത്തേക്ക്. എന്താ ഈ അസമയത്ത്? എനിക്ക് അത്യാവശ്യമായി രമേശിനെ ഒരു കാര്യം അറിയിക്കാനുണ്ടായിരുന്നു. രമേശിനെയോ? അതെ. രമേശ് ഇവിടെ ഉണ്ട്. എവിടെ? അങ്ങോട്ടല്ലേ? അങ്ങോട്ട്. എന്തൊക്കെയാ ഇത്? എത്ര നാളായി ഒന്ന് കണ്ടിട്ട്. ഇപ്പൊ ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒളിവിൽ കഴിയുന്ന ഒരു കുലപ്പുള്ളിയാണ് ഞാൻ. ആയിരിക്കാം. തൂക്കുമരത്തിൽ കയറാനുള്ള നിമിഷങ്ങൾ എണ്ണിക്കഴിയുന്നവനാണ് ഞാൻ. കാരണം എന്റെ ജീവിതം നശിക്കാൻ പാടില്ല. രമേശ് ജീവിക്കുന്നവരെ മാത്രം എനിക്ക് ജീവിച്ചാൽ മതി. എന്നെ ഇനിയും അകറ്റി നിർത്തരുത്. നിന്നെ എന്നിൽ നിന്നും അകറ്റി നിർത്തിയേ പറ്റൂ. ഇല്ല. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ ഇവിടുന്ന് പോകണം. പ്ലീസ്.